بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി, മുഅ്മിനുകളായി, മുസ്ലിങ്ങളായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുന്നവരായി, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായി ജീവിക്കാൻ, മുത്തഖികളോടൊപ്പം മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെടൽ അത് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്തെല്ലാമോ ഒക്കെ ആയിരുന്നതിന് ശേഷം എല്ലാം ആയതിനു ശേഷം ഒന്നുമല്ലാതാവുക, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായതിനു ശേഷം പിന്നീട് ആർക്കും വേണ്ടാത്തവനാവുക, എല്ലാവർക്കും വേണ്ടി സംസാരിക്കുകയും ശുപാർശ നടക്കുകയും ചെയ്തിരുന്ന ആള് പിന്നീട് തനിക്കൊരു അത്യാവശ്യം വരുമ്പോൾ ആരും ഒന്ന് ഇടപെടാൻ സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വരിക, അത് സാമ്പത്തികമായാലും ശാരീരികമായാലും കുടുംബപരമായാലും ഔദ്യോഗികമായാലും നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അത്തരം ഒരവസ്ഥ ഇല്ലാതിരിക്കുവാൻ വേണ്ടി
ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്നവരാണ് നമ്മൾ. ബുദ്ധിയുള്ള മനുഷ്യരില്ല. ഒട്ടൊക്കെ നമ്മൾ അതിൽ വിജയിക്കാറുമുണ്ട്. അതിൽ വിജയിക്കാതെ ഹതഭാഗ്യരായി പോയ നമ്മുടെ നാട്ടിലും വീട്ടിലുമുള്ള കുടുംബക്കാരെ കുറിച്ച് അവരുടെ ദയനീയതയോർത്ത് നമ്മൾ ഇടക്കിടക്ക് സങ്കടപ്പെടാറുമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദുനിയാവിൻ്റെ കാര്യങ്ങളാണല്ലോ. യഥാർത്ഥത്തിലുള്ള ഒറ്റപ്പെടൽ, അങ്ങനെ ഒരു അവസ്ഥ മുഅ്മിനീങ്ങൾ എന്ന രൂപത്തിൽ നമുക്കുണ്ട് എന്നത് നമ്മൾ ആലോചിക്കാറുണ്ടോ? എന്നിട്ട് ആ ഒറ്റപ്പെടലിന് ശേഷം നമ്മൾ മാത്രമായി നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണെന്ന് ഒന്ന് പഠിക്കാൻ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എന്താണ് വഴി എന്നൊന്ന് ആലോചിക്കാനുള്ളതല്ലേ സത്യത്തിൽ ജീവിതം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദ്ദുനിയ മമർ വലാഖിറത്തു മഖർ എന്ന്. ദുനിയാവ് നമുക്ക് നടന്നു പോകാനുള്ള വഴിയാണ്. അതിനൊരു തുടക്കവുമുണ്ട്, ഒരു ഒടുക്കവുമുണ്ട്. യഥാർത്ഥ ആഖിറത്തു മഖർ, ദുനിയാവിനപ്പുറത്തുള്ള ശാശ്വതമായ സങ്കേതമാണ് പരലോകം എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു സംഗതി. നമ്മളങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോൾ മുതലാണ്? നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാമായിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നമ്മുടെ കൺമുമ്പിൽ വെച്ചോ, നമ്മുടെ കൈകളിൽ വെച്ചോ, നമ്മുടെ അറിവിൽ വെച്ചോ മരണപ്പെട്ടു പോകുന്നു എന്ന്. അത്ര സമയം അയാൾ ആർക്കൊക്കെ വേണ്ടിയാണോ ജീവിച്ചിരുന്നത് അവരെല്ലാവരും അയാളെ ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒഴിവാക്കും. പിന്നീട് അയാൾ ആരുമല്ല. പിന്നീട് അയാൾക്ക് സ്വന്തമായി ഒരു പേരും കൂടെ ഇല്ല. അയാൾ പിന്നീട് മയ്യത്താണ്. ഞാനിവിടെ മരണപ്പെട്ടാൽ പിന്നീട് മിസ്കാത്തി എപ്പോഴാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നല്ലല്ലോ കൂടെ ചോദിക്കുക. എപ്പോഴാണ് നമ്മൾ ബോഡി നാട്ടിലെത്തിക്കാന്ന് ചോദിക്കും അല്ലേ? ബോഡി എപ്പോഴാ നാട്ടിലെത്തിക്കുക? ഇനി എൻ്റെ മരണവാർത്ത അറിയുന്നവരൊക്കെ ചോദിക്കുന്ന എപ്പോഴും മയ്യത്തെടുക്കാതെ മിസ്കാത്തി എപ്പോഴാണ് എടുക്കാന്ന് ആരും ചോദിക്കൂലല്ലോ. മിസ്കാത്തി പോയി നാട്ടിൽ നിന്ന്. എനിക്കായി ഇനി യാതൊന്നും ഇവിടെ ബാക്കി വെച്ചിട്ടില്ല. ഞാൻ സമ്പാദിച്ചതും ഞാൻ ഉണ്ടാക്കി വെച്ചതുമായ മുഴുവൻ പേരും അതിൻ്റെ പ്രശസ്തിയും അതിൻ്റെ ബാക്കി പത്രവും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ എൻ്റെ അനന്തരാവകാശികളും നാട്ടുകാരും അനുഭവിക്കും. എനിക്കായിട്ട് ഇനിയുള്ളത് കണ്ണെത്താ ദൂരത്തോളം നടന്നാലെത്താത്ത ദൂരത്തോളമുള്ള ഏകാന്തത മാത്രമാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും. മറ്റൊരു വചനത്തിൽ വഹും ലാ യുഫർരിതൂൻ എന്നുകൂടെ ഇട്ടു. ഒരു തരത്തിലുള്ള ഉപേക്ഷയും വരുത്താതെ കൃത്യസമയത്ത് നിങ്ങളെ അവർ പിടികൂടും. തുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ മടക്കയാത്ര, ഏകാന്ത യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ നേരിടേണ്ടി വരുന്നത് എന്തെല്ലാമാണ്? ആ യാത്രയിൽ നമുക്ക് രക്ഷയായിട്ടുണ്ടാകുന്നത് എന്തെല്ലാം ആയിരിക്കും? അങ്ങനെ രക്ഷയാവാനിടയുള്ളത് നമ്മുടെ കയ്യിൽ എത്രമാത്രമുണ്ട്? നമുക്ക് തിരിച്ചടിയാവാനിടയുള്ളത് എന്തെല്ലാമാണ്? അങ്ങനെ തിരിച്ചടിയാവുന്നത് വല്ലതും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും മാപ്പാക്കാതെ അല്ലെങ്കിൽ ബാക്കി വെച്ച് അതല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതല്ലേ? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വിജൗര കാര്യം വന്നത് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇയ്യാക്കും വ മുഹഖറാത്തി ദുനൂബ്, ഇയ്യാക്കും വ മുഹഖറാത്തി ദുനൂബ്. നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്ന വീഴ്ചകൾ, അത് വാക്കാവട്ടെ, പെരുമാറ്റമാവട്ടെ, കേവലം ഒരു നോട്ടമാവട്ടെ, ഒരു ചിന്തയാവട്ടെ, എന്തോ ആവട്ടെ,
അതൊന്നും വലിയ കാര്യമില്ല, അത് സാരില്ല, അത് നിസ്സാരമായ പ്രശ്നമല്ല, കാൻ മിണ്ടാൻ മാത്രം ഇല്ലടോ എന്ന് പറയുന്ന അത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത്തരം വീഴ്ചകൾ വരുന്നത് നമ്മുടെ മുഅ്മിനീങ്ങളാണ് എന്നതിനാൽ വൻ പാപങ്ങൾ മൂബിക്കാത്തുകൾ ഒന്നും ഇല്ലാത്ത അത്രയും ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവരാണ് നമ്മൾ എന്നതുകൊണ്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയ്യാകും വമുഹഖിറാത്തി ദുനൂബ്, ചില നിസ്സാര കാര്യങ്ങൾ ജീവിതത്തിൽ വീഴ്ചകളായി, അബദ്ധങ്ങളായി, നോട്ടക്കുറവുകളായി വരാനിടയുണ്ട്. അവയെ ശ്രദ്ധിക്കണം. കാരണം എന്താ അറിയോ? ഇന്നമാ മസലു മുഹഖിറാത്തി ദുനൂബി, നിസ്സാരവൽക്കരിക്കുന്ന അത്തരം അബദ്ധങ്ങളും വീഴ്ചകളും തോട്ടക്കുറവുകളും ഒക്കെ അതിന്റെ ഭാവിയിലുള്ള ഒരു അവസ്ഥ വരാനിരിക്കുന്നത് മിസ്ല ഖൗമിൻ നസലു ബത്നവാദിൻ, ഒരു യാത്രാ സംഘം ഒരിക്കൽ മരുഭൂമിയിലൂടെ വാദിയിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് വിശ്രമിക്കാനുള്ള സമയമായി. അവർ വിശ്രമിക്കാൻ നോക്കുന്ന ആ സ്ഥലത്ത് അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു കൊള്ളിക്കഷ്ണം പോലും കിട്ടാനുണ്ടായിരുന്നില്ല. ഇവിടെ ഇറങ്ങേണ്ടതില്ല നബിയെ എന്ന് അവർ നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഇവിടെ തന്നെ താമസിക്കും, ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തന്നെ താമസിക്കും. അങ്ങനെ അവിടെ വന്നു, അടുപ്പൊക്കെ കൂട്ടി വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ വാദി മുഴുവനൊന്ന് അരിച്ചു പെറുക്കുക. അങ്ങനെ അവർ ആ വാദി മുഴുവൻ അരിച്ചു പെറുക്കിയപ്പോൾ ഓരോരുത്തർക്ക് ചെറിയ ചെറിയ ഓരോ കമ്പ്, കരട്, കുറുമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കണ്ണിൽ കാണാത്ത, പരിഗണിക്കാത്ത, ഒഴിഞ്ഞു കിടക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടി. ഓരോരുത്തരും ഓരോ കൊള്ളിക്കഷ്ണങ്ങൾ, കയറുകൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കൂടെ വന്ന് നോക്കുമ്പോ ആ യാത്രാ സംഘത്തിന് മുഴുവനുമുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള തീ കൂട്ടാൻ മാത്രമുള്ള വിറക് അവിടെ ഉണ്ടായിരുന്നു. എപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന മുഹഖിറാത്തിൽ ഉമൂരി മുബിഖാത്ത്, ഫഇന്ന മുഹഖിറാത്തിൽ ഉമൂരി മുബിഖാത്ത്, നിങ്ങൾ ഇങ്ങനെ അവഗണിക്കുന്ന, അലസമായി കാണുന്ന ചില സംഗതികളൊക്കെ കൂടെ നാളെ പടച്ച റബ്ബ് ഒരുമിച്ച് കൂട്ടിയാൽ യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പിന്റെ നാൾ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും അതിലെ നിസ്സാരങ്ങളായതും ഗുരുതരമായതുമായ സർവ കാര്യങ്ങളെയും ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുതൂക്കമാണ് നന്മയെങ്കിൽ അത് വിടാതെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാകും. വമയഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അണുതൂക്കമേ ഉള്ളൂ, പരിഗണിക്കേണ്ടതില്ല, കാണാൻ മാത്രമില്ല. അതൊക്കെ വളരെ ചെറുതല്ല, സാരല്ല, അതിനേക്കാൾ വലുതൊക്കെ എത്ര ആൾക്കാർ എന്തൊക്കെ അവിടെ ചെയ്തു കൂട്ടുന്നു. അതിനിടയിൽ ഇപ്പൊ ഇതൊന്നും പറയാൻ മാത്രമില്ല എന്ന് നമ്മൾ പറയുന്നവയൊക്കെയും വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, കടന്നു പോകാനുള്ള ഏകാന്ത യാത്രയിലെ ഒരു പ്രതിസന്ധിയാണത്. ഒരു തുലാസുണ്ട്, ഒരു മീസാനുണ്ട്. ആ മീസാൻ നമ്മളെ തൂക്കാനുള്ളതാണ്, നമ്മുടെ കർമ്മങ്ങളെ തൂക്കാനുള്ളതാണ്, നമ്മുടെ സ്വഭാവങ്ങളെ തൂക്കാനുള്ളതാണ്, നമ്മുടെ വിചാരങ്ങളെ തൂക്കാനുള്ളതാണ്, നമ്മളുടെ മാനസിക ഭാവങ്ങളെ തൂക്കാനുള്ളതാണ്. നോക്കൂ, നിങ്ങൾ പൂള തൂക്കിയിരുന്ന ആ ത്രാസ് കൊണ്ടല്ലല്ലോ സ്വർണം തൂക്കുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പണ്ട് പൂള കച്ചവടക്കാരത്ത് ഒരു ത്രാസ് ഉണ്ടായിരുന്നു, ഇപ്പുണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ടല്ലല്ലോ നമ്മൾ റേഷൻ കടയിൽ സാധനം തൂക്കിയിരുന്നത്. കുറച്ചുകൂടെ സാധനങ്ങൾക്ക് മൂല്യം കൂടുന്നതിനനുസരിച്ച് ജ്വല്ലറിയിൽ വെക്കുന്ന ത്രാസ് അല്ലല്ലോ ഇതൊന്നും വെക്കുന്നത്. എന്നതുപോലെ അതിസൂക്ഷ്മമായ സംവിധാനങ്ങൾ ഇവിടെ തന്നെ അങ്ങേയറ്റത്തെ മൂല്യം കണക്കാക്കാൻ ഉപയോഗിക്കുന്നു എങ്കിൽ അർഹമുർ-റഹീമീനായ റബ്ബിന്റെ മുമ്പിൽ ഒരു തുലാസ് ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ തുലാസിൽ മൈന്യൂട്ടായതാണെങ്കിൽ പോലും അത് തൂക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവൻ തൂക്കപ്പെടും. വനളഉൽ മവാസീനൽ ഖിസ്ത്,
മുട്ട ലിയൗമിൽ ഖിയാമ, സത്യസന്ധമായ നീതിയുക്തമായ ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ലാത്ത ആർക്കും ഒരു പരാതിയും പറയാൻ ഇടകൊടുക്കാത്ത വിധത്തിൽ അതിസൂക്ഷ്മമായ ഒരു തുലാസ് സ്ഥാപിക്കപ്പെടും. ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക്. അവിടുത്തെ അവസ്ഥ എന്താ? ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. എല്ലാം ആയിരുന്നു നാട്ടിൽ, പക്ഷേ ഇപ്പോൾ ചോദിക്കാനും പറയാനും പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആണില്ല എന്നു മാത്രമല്ല, വതറൽ മുജ്രിമീന, ഈ കുറ്റവാളികളെ അന്ന് നിങ്ങൾക്ക് യുബസ്സറൂനഹു യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ ثم ينجي كلا إنها لله എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്ത് അൽ മആരിജിൽ ഓരോ കുറ്റവാളിയും ചെറുതും വലുതുമായ വീഴ്ചകൾ സംഭവിച്ചു പോയ ഓരോരുത്തരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി, മക്കളെ പിടിച്ചിട്ടാൽ രക്ഷപ്പെടുമോ എന്ന് നോക്കും. മാതാപിതാക്കളെ പിടിച്ചിട്ടാൽ രക്ഷപ്പെടാമോ എന്ന് പരിശ്രമിക്കും. ഇണയെ പിടിച്ച്, സഹോദരങ്ങളെ പിടിച്ച്, കണ്ണിൽ കാണുന്ന സകലത്തിനെയും പിടിച്ചിട്ടാണെങ്കിലും സുമ്മയുൻജീഹി, തനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ആലോചിക്കുന്ന ആ ദിവസത്തിലെ മീസാൻ, ആ മീസാനിൽ എന്താണ് ഉണ്ടാവുക? ഫലാ തുളലമോ നഫ്സുൻ ശൈഅ, ആർക്കും അല്പവും അക്രമം നേരിടേണ്ടി വരികയില്ല എന്നതുപോലെ തന്നെ ആരുടെയും നന്മകൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവുകയില്ല എന്നതുപോലെ തന്നെ ആരുടെയും തിന്മകൾ വിട്ടുപോവുകയും ഇല്ല. അതെത്ര ചെറുതാണെങ്കിലും ശരി, മുഅ്മിനീങ്ങളെ, ഈ ഒരു തടസ്സം മറികടക്കാൻ, തടസ്സം മറികടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാർഗം ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ എന്നാണ്. ഒന്നാമത് പറഞ്ഞത് ഇയ്യാകും വ മുഹഖിറാത്തുൽ ഉമൂർ, അവഗണിക്കരുത് ഒരു തിന്മയെയും, അത് എത്ര നിസ്സാരമായതാണെങ്കിലും അത് ജീവിതത്തിൽ ഉണ്ടാവാതെ നോക്കണം, അതിനോട് അലസതയുണ്ടാവരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞത് ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ, സൽക്കാര്യങ്ങളിൽ യാതൊന്നും തന്നെ നല്ലതായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു കാര്യവും അത് എത്ര ചെറുതാണെങ്കിലും വലൗ ബിഫിർസനി ശാത്തിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാടിന്റെ കുളമ്പാണ് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് സ്വതക്ക ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അത് ഒഴിവാക്കരുത്. ആടിന്റെ കുളമ്പ് വിൽക്കാൻ പറ്റൂല, വാങ്ങാൻ പറ്റൂല, വെക്കാൻ പറ്റൂല, തിന്നാൻ പറ്റൂല, കുഴിച്ചിട്ടാ പോലും അടുത്ത കാലത്തൊന്നും ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവൂല. എന്നാലും അത്ര നിസ്സാരമായ സാധനമാണെങ്കിലും അതുകൊണ്ട് പോലും ഒരു മനുഷ്യൻ, ഒരു ജീവിക്ക് ഒരു നന്മ ചെയ്യാനുള്ള ഒരു അവസരത്തെ പാഴാക്കരുത്. കടന്നു പോകാനുള്ള വഴി അത്രമാത്രം ഭീകരമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വലൗ ബി ഖൗലി മഅറൂഫിൻ, ഒരു നല്ല കാര്യം പറയാൻ കിട്ടുന്ന സമയം ഒഴിവാക്കരുത്. ഔ ബി ഇബ്തിസാമ, കൂട്ടുകാരനെ പരിചയക്കാരനെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിക്കാൻ പൈസക്ക് മുടക്കില്ലല്ലോ, സമയത്തിന് മുടക്കില്ലല്ലോ, ആരോഗ്യത്തിന് മുടക്കില്ലല്ലോ, അതൊന്നും ഒഴിവാക്കരുത് എന്ന് പറഞ്ഞു. ഫീ വകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ വതഹ്ലീലത്തുൻ സ്വദഖ വതക്ബീറുൻ സ്വദഖ, എല്ലാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്റുകൾ ഓരോന്നും നിങ്ങൾക്ക് സ്വദഖയായി. ഫീ കുല്ലി സുലാമ സ്വദഖ, ഓരോ ജോയിന്റിലും ഓരോ മസിലിലും ശരീരത്തിന്റെ ഓരോ അണുകൊണ്ടും നന്മ ചെയ്യാനുള്ള, സ്വദഖ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, പാഴാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്റെ കൂട്ടുകാരൻ ദുനിയാവിലും ആഖിറത്തിലും ആരായിരിക്കും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദിക്റുല്ലാഹി അനീസി എന്ന് പറഞ്ഞു. വദിക്റുല്ലാഹി അനീസി, എനിക്കൊരു പേടിയുമില്ല, ജീവിതത്തിലുമില്ല, മരണത്തിലുമില്ല, മരണാനന്തര ജീവിതത്തിലുമില്ല. കാരണം വദിക്റുല്ലാഹി അനീസി, റബ്ബിന്റെ ഓർമ്മ എന്റെ മനസ്സിലുണ്ട്, റബ്ബിന്റെ ആ ദിക്റാണ് എന്റെ കൂട്ടുകാരൻ. ആ
കൂട്ടുകാരൻ ജീവിതത്തിലുണ്ടെങ്കിൽ ആ കൂട്ടുകാരന്റെ മരണത്തിലുണ്ടാകും, ആ കൂട്ടുകാരന്റെ മരണാനന്തര ജീവിതത്തിലും ഉണ്ടാകും. നോക്കൂ നിങ്ങള്, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് അറിയങ്ങള്, വമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ തുലാസ് നന്മയുടെ പക്ഷത്ത് ആരുടേത് ഖനം തൂങ്ങുന്നുവോ അവർ രക്ഷപ്പെട്ടു. എന്നിട്ട് അതിന് അപ്പുറം സൂറത്ത് അൽ അഅറാഫിൽ അല്ലാഹ് പറയാം, വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും. ആ തുലാസിൽ നന്മ ആരുടേത് കുറവായോ. എങ്ങനെ നന്മ കുറവാവുക? തിന്മ ചെയ്തിട്ടുമാവാം, നന്മ ചെയ്യാതെയുമാവാം, അല്ലേ? തിന്മകൾ അധികരിക്കുന്നതിലൂടെ നന്മയുടെ തുലാസിന്റെ കനം കുറയാം. ചെയ്യാതെ പോകുന്ന നന്മകളും ഭാരക്കുറവുണ്ടാക്കും നമ്മുടെ തുലാസിൽ. ഫഉലൈകല്ലദീന ഖസറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. നമ്മുടെ നിയമങ്ങളെ, നമ്മുടെ നിർദ്ദേശങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ വചനങ്ങളെ, നമ്മുടെ പ്രവാചകന്റെ നിലപാടുകളെ അവർ തള്ളിക്കളഞ്ഞതാണ് അവരുടെ തുലാസിന്റെ കനം കുറയാനുള്ള കാരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പരലോകത്ത് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ ആവലാതി ബോധിപ്പിക്കുമ്പോൾ, നരകാവകാശികൾ ആവലാതി ബോധിപ്പിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു സംഗതി എന്താ അറിയോ? വമൻ കാന ഫീ ഹാദിഹി അഅ്മാ ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ വഅളല്ലു സബീലാ. വമൻ കാന ഫീ ഹാദിഹി അഅ്മാ, ദുനിയാവിൽ ദൈവിക നിയമനിലപാടുകളോട് അന്ധത പാലിച്ചാൽ, കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നാൽ, ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ, അവൻ പരലോകത്ത് ഒറ്റപ്പെടുന്ന ആ ലോകത്തും അന്ധത അനുഭവിക്കേണ്ടി വരും. വഅളല്ലു സബീല, സന്മാർഗത്തിൽ നിന്ന് പിഴച്ച് ജീവിക്കുന്നവരുമായിരിക്കും അവൻ. എന്താണ് അങ്ങനെയാവാൻ കാരണം എന്ന ചോദ്യത്തിന് അല്ലാഹു നൽകുന്ന മറുപടി, വഖീല അൽയൗമ നൻസാകും കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ. ഇങ്ങനെ ഒരു നാൾ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ മാത്രമായി നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്നത് മറന്നവരല്ലേ നിങ്ങൾ ദുനിയാവിൽ? വഖീല അൽയൗമ നൻസാകും, ഇന്ന് നാം നിങ്ങളെയും മറക്കുകയാണ്. കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇന്നാളിനെ നിങ്ങൾ മറന്നതുപോലെ. വമഅവാകുമുന്നാർ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വമഅവാകുമുന്നാർ, നരകമാണ് നിങ്ങളുടെ സങ്കേതം. വമാലക്കും മിൻ നാസിരീൻ, നിങ്ങൾക്കൊരു സഹായിയും ഇനി ഇവിടെ ഉണ്ടാവുകയില്ല. ഈ ഒറ്റപ്പെടൽ കാലാകാലത്തിനാണ് എന്നർത്ഥം, കാലാകാലത്തിനാണ്. ദാലികും, ഇങ്ങനെ ഒരു അധ്യാപത്ത് നിങ്ങൾക്കുണ്ടാവാൻ കാരണം അള്ളാന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു തന്നപ്പോ, അത് പറഞ്ഞപ്പോ, അത് കേട്ടപ്പോ അതൊരു തമാശയായി എടുത്തവരാണ് നിങ്ങൾ. ദുനിയാവ് നിങ്ങളെ വല്ലാതെ മോഹിപ്പിച്ചു കളഞ്ഞു, വല്ലാതെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഫല്യൗം ലാ യുഖ്റജൂന മിൻഹാ, ഇവിടെ നിന്ന് പുറത്തു കിടക്കാമെന്ന് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. വലഹും യുസ്തഅതബൂൻ, ഇവിടെ നൽകപ്പെടുന്ന ശിക്ഷയിൽ നിന്ന് തോൽപ്പിച്ച് കളഞ്ഞ് രക്ഷപ്പെടാമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എൻ്റെ മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാക്കാൻ പറ്റുന്ന സംഗതി ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ല വല്ലാഹി ലൗ വസിനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസ്സമാവാതി വൽ അർദ് ലവസിനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും ആകാശഭൂമികൾ മുഴുവനും മറുതട്ടിലും വെച്ചാൽ ലവസിനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എടുത്ത തട്ട് കനം കൂടിക്കൊണ്ടിരിക്കും. അതിനേക്കാൾ വലുത് എന്നിട്ട് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറയും, ആ കലിമയോളം അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഭാരമേറിയ ഒരു സാധനവും ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. ഒന്നൊരു 100 തവണയെങ്കിലും നിത്യജീവിതത്തിൽ പറയാൻ ഈ സമുദായത്തിന് തടസ്സം വല്ലതുണ്ടോ? ഒരു 1.5 മിനിറ്റ് ഉപയോഗിച്ചാൽ പോരെ? ഒന്ന് പറഞ്ഞു നോക്കാം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, സുബ്ഹാനല്ലാഹി
തംലഉൽ മീസാൻ എന്നാണ്. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ. ഇപ്പറഞ്ഞ തുലാസിന് കനം വെക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ആവർത്തിക്കുവീൻ, അധികരിപ്പിക്കുവീൻ. 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഒരു 33 ചൊല്ലാൻ പോലും ജനം ഇവിടെ തയ്യാറാവണില്ല എന്നുള്ളത് ഒരു സത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമില്ലേ? ഇടത്തേക്ക് സലാം കൂട്ടുന്നു, എഴുന്നേറ്റോടുന്നു. നോക്കൂ, മറ്റൊന്ന് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖിലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ വഹുമാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ട 2 ദിക്റുകൾ, അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ട ചൊല്ലാൻ ഏറ്റവും ലളിതമായ 2 ദിക്റുകൾ, മീസാനിൽ ഏറെ കനം തോന്നുന്ന 2 ദിക്റുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മൂന്നാമതൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഖല ശൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുലുഖുൻ ഹസൻ. അസ്ഖലു ശൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുലുഖുൻ ഹസൻ. സൽസ്വഭാവത്തോളം കനം കൂടുന്ന ഭാരമേറിയ ഒരു വസ്തുവും സത്യവിശ്വാസിക്ക് ഖിയാമത്ത് നാളിൽ അവന്റെ തുലാസിൽ വെക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആരാവണം? നമ്മൾ എന്താവണം? നമുക്കൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെന്നറിയുക. ആ ആദ്യത്തെ പദം ഒന്നുകൂടി ആവർത്തിക്കുക. അദ്ദുന്യ മമർ, അദ്ദുന്യ മമർ വൽ ആഖിറത്തു മഖർ. ഇത് നമുക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമാണ്. ഈ വഴിയുടെ ഒരു അവസാനമുണ്ട്. അവിടെ മുതലാണ് യഥാർത്ഥത്തിലുള്ള യാത്ര തുടങ്ങുന്നത്. അവിടെ മുതലാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതിനുവേണ്ടി തയ്യാറാവുക. വീഴ്ചകൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് റമദാനിനെ വരവേൽക്കാനുള്ള മനസ്സ് സ്വരൂപിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وحبيبنا وصفينا وشفيعنا محمد الأمين وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائزين المجاهدين في سبيل الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. ما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ നിയമവിധികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും വിധേയരായി മാതൃകായോഗ്യരായ മുത്തഖികളായി ജീവിക്കണം. ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി സൂക്ഷ്മത പുലർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഇന്ന് രാവിലെ നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി ജുമുഅക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ എന്നെ വിളിക്കുകയാണ്. എൻ്റെ ഉപ്പ മരണപ്പെട്ടുപോയി. ഞാൻ സത്യസന്ധമായിട്ടാണ് അവതരിപ്പിക്കുക, വേദന പറയാൻ നിങ്ങളോട്. എൻ്റെ ഉപ്പ മരണപ്പെട്ടു. ഞാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എപ്പോഴാണ് മയ്യത്തെടുക്കുക? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. എന്നല്ല, അള്ളാഹു പരലോക ഖൈറാക്കട്ടെ. എൻ്റെ മറുപടികളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്തറിയോ? ഉപ്പ സ്ഥിരമായിട്ട് നമ്മുടെ പള്ളിയിൽ നിങ്ങളുടെ ഹുതുബ കേൾക്കാൻ ആഗ്രഹിച്ച് നടക്കാൻ പറ്റിയുന്ന കാലത്തൊക്കെ അങ്ങനെ വണ്ടി വിളിച്ചിട്ട് വരാൻ പറ്റുന്ന കാലത്ത് അങ്ങനെ വന്നിരുന്ന ആളാണ്. എല്ലാ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ജുമുഅക്ക് വരുന്ന ആളാണ്. എളുപ്പാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എന്തേ കുട്ടി ഒന്ന് പറയായിരുന്നു എന്ന് ചോദിച്ചാൽ, എന്തേ കുട്ടി ഒന്ന് പറയായിരുന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ലേ സാർ എന്ന് ചോദിച്ചു. അപ്പൊ മോനെ അപ്പാന്റെ ഫോട്ടോ ഒന്ന് ഇട്ട് തരുമോ? ഉള്ളതൊക്കെ പറയാം, മോനെ ഇവിടെ ഉണ്ടാവും. ഫോട്ടോ ഒന്ന് ഇട്ട് തരുമോ? ഫോട്ടോ ഇട്ട് തന്നപ്പോൾ ആളെ എനിക്കറിയാം, പേരറിയില്ല. ഫോട്ടോ തന്നപ്പോൾ അത് വാട്സപ്പ് ചെയ്ത ഈ മകന്റെ ഫോട്ടോ കണ്ടപ്പോഴും അയാൾ എനിക്കറിയാം, ഇവിടെ വരുന്ന ആളാ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ള സംഗതി എന്താ അറിയോ? ഒരു ജുമുഅക്ക് പങ്കെടുക്കുന്നു, ഒരു ജമാഅത്തിൽ പങ്കെടുക്കുന്നു എന്നതല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന്റെ അവസാനത്തെ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ മയ്യത്തിനു വേണ്ടി മുവഹിദുകളായ 10 or 100 ആളുകൾ പ്രാർത്ഥിക്കാനുണ്ടാവുക എന്നതാണ്. ആലോചിച്ചോളൂ, മുവഹിദുകളായ 40 ആളുകൾ, ശിർക്ക് ചെയ്യാത്ത 70 ആളുകൾ, ശിർക്ക് ചെയ്യാത്ത 100 ആളുകൾ ഒരു മയ്യത്തിനു വേണ്ടി, മനുഷ്യനു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ
അവരുടെ ശുപാർശ അള്ളാഹു കബൂലാക്കുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഒരു നേട്ടമാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ പ്രിയപ്പെട്ടവർ ചെയ്യേണ്ടത്. ഒരു മഹലിന്റെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലേന്ന് എനിക്കറിയില്ല. നമ്മളിൽ നിന്ന് ഒരാൾക്ക് രോഗമായാൽ നമ്മൾ അറിയുന്നില്ല. ഞാനല്ല, മഹൽ അറിയുന്നില്ല, ഇവിടുത്തെ നാട്ടുകാരറിയുന്നില്ല. നമ്മളിൽ ഒരാൾ മരണപ്പെട്ടാലും അറിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്? കുത്തുപോയക്കാരാ? ഇതുണ്ടെന്നെങ്കിലും ഒരു നേട്ടം വേണ്ടേ? അതിക്കില്ല എന്നല്ലേ? റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കണം അവർ. ആ ഓർമ്മ നിലനിൽക്കുന്ന മുവഹിദുകളായ കുറച്ചാളുകൾ എനിക്ക് മയ്യത്ത് നിസ്കരിക്കാനുണ്ടാവണം എന്നതാണ് എന്റെ മോഹം. അതിനു വേണ്ടിയാണ് ഇക്കണ്ട കാലമൊക്കെ നമ്മൾ പണിയെടുക്കുന്നത്. എന്നിട്ട് അവസാന നിമിഷം നമ്മൾ അതിന് മാത്രം വീഴ്ച വരുത്തുക, അതറിയാനുള്ള സംവിധാനം ഇല്ലാതിരിക്കുക. ഞാൻ കുറ്റം പറയില്ല, മരിച്ചുപോയ പ്രിയപ്പെട്ട സഹോദരന് അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് എല്ലാ വീഴ്ചകളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ നന്മകളും സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. പഠിച്ചവൻ എനിക്കെന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ അറിയണം, നമ്മൾ ഓരോരുത്തരും പരസ്പരം അറിയണം. പരമാവധി ആളുകൾ നമുക്ക് മയ്യത്ത് നമസ്കരിക്കാനുണ്ടാവണം. ഈ ഒരു ചെങ്ങല, ഈ ഒരു കെട്ടുബന്ധം, ഇതൊരു വിവാഹ ബന്ധമോ തറവാട് ബന്ധമോ പാരമ്പര്യ ബന്ധമോ, ഇതൊരു ദീനിന്റെ അഖീദയുടെ ആദർശത്തിന്റെ തൗഹീദിന്റെ ബന്ധമാണിത്. ഈ ബന്ധം നമ്മളുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ ദുനിയവിയായ യാതൊരു താല്പര്യവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതറിഞ്ഞേ പറ്റൂ. അറിയുന്നവർ മറ്റുള്ളവരെ അറിയിച്ചേ പറ്റൂ. അത് ഉത്തരവാദപ്പെട്ട ആളുകളിലൂടെ ആയാലും വേണ്ടില്ല, നമുക്കതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ആയാലും വേണ്ടില്ല, പരസ്പരം വിളിച്ചു പറഞ്ഞിട്ടായാലും വേണ്ടില്ല. അതറിഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ, വന്നിരുന്നിരുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ ഖബറിലേക്ക് എത്തിയിട്ട് 8 ദിവസം കഴിയേണ്ടി വന്നു. നമ്മൾ അറിയാൻ എന്നത് നമ്മുടെ ദൗർബല്യല്ലേ? നമുക്ക് എവിടൊക്കെ കുറവില്ലേ എന്നതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു പരലോക ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാമാണ് നമ്മളായിട്ട് ചെയ്യേണ്ടത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരണാന്തര ജീവിതത്തിലുള്ള ആ ഏകാന്തതയിൽ നിന്ന് അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന നാവും, ദിക്ർ ഉൾക്കൊള്ളുന്ന ശുക്റുള്ള മനസ്സും സൽസ്വഭാവങ്ങളും തൗഹീദിൽ അടിയുറച്ച ജീവിതവുമായി പരലോക ജീവിതം വിശാലമാക്കുവാൻ, തെളിമയാർന്നതാക്കുവാൻ അള്ളാഹുവിന്റെ കൃപാലുക്കളായ മലക്കുകളുടെ സഹായത്തോടുകൂടി മരണാനന്തര ജീവിതത്തെ നേരിടുവാൻ അഭിമുഖീകരിക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. റഹ്മാനെ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകലമാന വീഴ്ചകളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകണമേ. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ സകലർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. റഹ്മാനെ, ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ. റഹ്മാനെ, അവരുടെ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം വിശാലമാക്കി സമാധാനപൂർണ്ണമാക്കി കൊടുക്കണമേ. റഹ്മാനെ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ. റഹ്മാനെ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണമേ. നാഥ, അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ വഅജ്രി വാലിദീനാ വഅഗ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വഅംറാദ മർദാനാ വഅംറാദ മൻ ഔസാനാ ബിദുആഇ യാ ശാഫിയൽ അംറാദ യാ റബ്ബൽ ആലമീൻ. اللهم حسن لنا مرادنا ويسر لنا امورنا والف قلوبنا يا مؤلف القلوب يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.